അതാണ് ഇവിടെ എങ്ങനെയാ നിങ്ങൾക്കൊക്കെ വളരെ അടുപ്പമുള്ള കുഞ്ഞായിരുന്നല്ലോ, എങ്ങനെയാ? എല്ലാവരോടും നല്ല ഇതായിരുന്നു കുഞ്ഞ്. ഇന്നലെയൊക്കെ കണ്ടിരുന്നോ? ഇല്ല, ഇന്നലെ ഞങ്ങൾ എൻ്റെ വീട് ഇച്ചിരി താഴ്ത്താണ്. ഇന്നലെ ഞാൻ കണ്ടില്ല. ഇന്നലെ അംഗൻവാടി പോയി കയറി. ഞങ്ങൾ ഇപ്പോഴും ഇതിൽ പോകുമ്പോൾ കാണും, എൻ്റെ വീട്ടിലൊക്കെ കളിക്കാനൊക്കെ വന്നതാണ് കൊച്ച്. ഈ ഭർത്തൃ വീട്ടിൽ പീഡനം ഉണ്ടായിരുന്നുവെന്നാണ് സന്ധി പറയുന്നത്, ശരി? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ കഴിയണതാ. ആരും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണതല്ല ഉള്ള. അങ്ങനെ കാണുന്ന ഒരു പെങ്കൊച്ചിനെ കാണണോ, എല്ലാ വീടും അതിലല്ല. അവര് രണ്ടനിയന്മാരുണ്ട്, അവരാണെങ്കിലും ചേച്ചിന്ന് വെച്ചാൽ മരിക്കും. അച്ഛനും അമ്മയാണെങ്കിലും അതെ, അവനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാരാ നിൽക്കുന്നത്? അവർ തറവാട് തറവാട് വീടാണ് ഡോക്ടർ. ഇത് കല്യാണിയുടെ തറവാട് വീടാണ്. നിങ്ങൾക്കൊക്കെ വളരെ അടുപ്പമുള്ള കുഞ്ഞായിരുന്നു. വീടാ ഒരു കുഴപ്പമില്ലാത്ത കുടുംബമാണിത്. അവരുടെ കൊച്ചച്ഛന്മാരാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ അവർക്ക് പ്രാണനാ. ഹസ്ബൻഡാണെങ്കിലും നല്ലൊരു പയ്യനാ. ഇവള് ആരോടും അങ്ങനെ സംസാരിക്കില്ല, അതൊരു സ്വഭാവം പ്രകൃതമാണ്. എന്നാലും അമ്മയാണെങ്കിലും നല്ല രീതിയിൽ ആ കുഞ്ഞിനെ. അമ്മയുടെ അടുത്തേക്കൊന്ന് പോകാം. ഇന്നലെ എപ്പോഴാണ് ഇവിടുന്ന് കുഞ്ഞു പോയെന്ന് അറിയില്ല മാഡം, ഞാനിവിടെ ഇല്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രി കിടക്കും. ഞാൻ അങ്ങോട്ട് വെളുപ്പിന് പോയതാ. ഞാൻ പോകുമ്പോൾ കൊച്ചിന് ഞാൻ പാൽ ചായ ഉണ്ടാക്കി വെച്ചിട്ട് പോയി. ആടിനെ കറന്ന് ചായ എന്ന് വെച്ചാൽ അതിന് ജീവന. കുട്ടൂനെ കറന്ന് ചായ വെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്ത് ഇവിടെ നിന്ന് രാവിലെ പോയതാണ്. ഞാൻ ഇന്നലെ എൻ്റെ മോളെ കണ്ടിട്ടില്ല. തലേ ദിവസം വൈകുന്നേരം രാത്രി വന്ന് കഞ്ഞി കോരി കൊടുക്കണത് ഞാനാണ്. ഡെയിലി കഞ്ഞി കോരി കൊടുക്കാൻ പറഞ്ഞ് കഞ്ഞിയും കൊണ്ട് വന്ന് ഞാൻ കോരി കൊടുക്കണം. അവളുടെ അമ്മ തന്നെ എൻ്റെ കൈ കൊണ്ടുവന്ന് കഞ്ഞി തരാറുണ്ട്, ഞാൻ കോരി കൊടുക്കണമെന്ന്. ഇന്നലെ രാത്രി ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്കാണ് ഈ സംഭവങ്ങൾ അറിയണത്. അവിടെ നിന്ന് ഞാൻ ബഹളം ഉണ്ടാക്കിയിട്ടാണ് എന്നെ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്. മകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ അവൾ തല്ലിക്കൊന്നു. കാരണം 2 മക്കളെയും കൊണ്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതുപോലെ പോയി ഇവിടെ നിന്ന് ആരോടും പറയാണ്ട് അവൾ ഇറങ്ങിപ്പോകും. അവക്കടെ തള്ള കാശ് കൊണ്ടേ കൊടുക്കും. അവളുടെ ചേട്ടത്തി വിളിച്ചു പറയും. അവൾ ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം അങ്ങോട്ട് വിളിച്ചു പറയും. അവക്കടെ ചേട്ടത്തി പറയും, നീ അങ്ങ് പോരെ, നീ പിള്ളേരെ ഉപേക്ഷിച്ചിട്ട് പോരെന്ന് പറയും. ഒരു പ്രാവശ്യം കൊച്ചില്ലാണ്ട് ഒരു പിള്ളയെ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് പോയി അവിടുത്തെ അച്ഛൻ പറഞ്ഞു വിട്ടു, കൊച്ചില്ലാണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു വിട്ടു. ആ കൊച്ചില്ലാണ്ട് വരണ്ടാന്ന് പറഞ്ഞു വിട്ടിട്ട് അവൾ പിറ്റേ ദിവസം കാലത്തെ തന്നെ ഇവിടെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയാലും ഞങ്ങളോട് ആരോടും പറയില്ല. പോയി വൈകുന്നേരം ആകുമ്പോൾ വരാറുണ്ട്, പോവാറുണ്ട്. എല്ലാം പറക്കിക്കൊണ്ട് പോവുള്ളൂ. പോകുമ്പോൾ ചട്ടിയും കലം പാത്രങ്ങളും സർവത്രവും പറക്കിക്കൊണ്ടുപോകും. ഒരു ജോഡി ഡ്രസ്സ് പോലും ഇവിടെ വെക്കൂല, എല്ലാം കൊണ്ടുപോകും. എന്നിട്ട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞെന്നാന്നറിയാമോ, ഒന്നും അവൻ വാങ്ങിച്ചു കൊടുക്കണില്ല എന്ന് പറയണേ. ഒന്നും ഇവൻ വാങ്ങിച്ചു കൊടുക്കും. ഇവിടെ ഭർത്തൃ വീട്ടിൽ ഇവിടെ പീഡനം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് സന്ധ്യയുടെ മാതാവ് പറയുന്നത്. അത് അവർ പറയണതാ. പീഡനമില്ല. ഈ അയൽവക്കത്ത് ഇവരൊക്കെ ആൾക്കാരാണെങ്കിൽ ഈ അയൽവക്കം ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. ഒന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാം. മേഡത്തിന് ആരെ വേണമെങ്കിലും ചോദിച്ചാൽ അറിയാം. കാരണം ഇത്ര അടുത്ത് ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ട്. എൻ്റെ മോൻ തല്ലുകയാണെങ്കിൽ അവൾ ബാക്കി ഉണ്ടാവില്ല. കാരണം എൻ്റെ മോനെ പീഡിപ്പിക്കാനല്ല, ഇവള് സൈ കെട്ട് കഴിയുമ്പോൾ എൻ്റെ മോൻ ഇറങ്ങിപ്പോകും. അമ്മയെ നേരത്തെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു ശീലം വല്ലതും ഉണ്ടായിരുന്നോ? കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ശീലങ്ങളും നേരത്തെ ഉണ്ടായിട്ടില്ല. ഇവിടെ വെച്ച് കൊച്ചിൻ്റെ നെഞ്ചത്തേക്ക് അവൾ ഒരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ തടിച്ചിട്ട് എൻ്റെ കൊടുത്തു. അതില്ലാണ്ട് നമ്മളൊന്നും ചെയ്യാറില്ല. പക്ഷെ അന്ന് കൊണ്ടുപോയപ്പോഴാണ് ടോർച്ചിനടിച്ചത്, തലക്കിട്ട് അടിച്ചു. കല്യാണിയുടെ തലക്കെട്ടും നെഞ്ചിനും കാശിക്ക് മൂത്ത കുഞ്ഞിനെ ടോർച്ച് കൊണ്ടടിച്ചു, ടോർച്ച് വെച്ചടിച്ചു. അത് കഴിഞ്ഞിട്ട് മോളെ അടിച്ചു. അതിൻ്റെ ഇവിടെ ചെവിയുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ മോളെ അടിച്ചപ്പോൾ കാശി മോളെ വലിച്ച് റോട്ടിൽ പോയി നിന്ന്. അപ്പോൾ അവളുടെ അമ്മ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അതായത് മൂത്ത കുഞ്ഞ് കാശി, ഡോക്ടർ അരുൺ ഇവിടെ മോൻ നിപ്പുണ്ട്, നമ്മൾ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. മൂത്ത കുഞ്ഞ് ഈ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ട്. മൂത്ത മോനെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് നേരത്തെ എന്നാണ് അമ്മ പറയുന്നത്. മോനെ ഉപദ്രവിച്ചാണ് അന്ന് മോളെ പോയപ്പോൾ 2 പേരെയും പിടിച്ചു വലിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. ഞങ്ങളിവിടെ ഇല്ലാത്ത സമയത്ത് എൻ്റെ ഇളയ മോനെയും കൊണ്ട് മരുന്നിന് പോയേക്കുമായിരുന്നു. ഞാൻ വരുമ്പോൾ അച്ഛൻ ശ്വാസം മുട്ട് പോയിട്ട് അറിയത്തിരിക്കുമായിരുന്നു. വന്നപ്പോൾ കൊച്ചങ്കമാടി പോയെന്ന് ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് അവൾ 2 ബാഗുമായിട്ട് ഇവിടുന്ന് പോകണമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മോനെ വിളിച്ച് ഞാൻ ചോദിച്ചു, വീട്ടിൽ പോണ കാര്യം പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവൻ ജോലി സ്ഥലത്താറന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉച്ചയായിട്ട് കാണാതെ വന്നപ്പോൾ അവൻ പറഞ്ഞു ഉച്ചയാകുമ്പോഴത്തേനും വരുമായിരിക്കും വീട്ടിൽ പോയെന്ന്. ഉച്ചയ്ക്ക് കാണാതെ വന്നപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു, അവനെ ഒന്നുകൂടെ വിളിച്ചു ചോദിക്കും. അമ്മ ഇന്നലെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും അസ്വാരസ്യമോ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനിവിടെ ഇല്ലായിരുന്നു. ഇവിടെ വഴക്കിടാൻ ആളില്ല, അടച്ചു കൂട്ടിയിട്ടിട്ട് പോയേക്കുമായിരുന്നു. അല്ല, ഏതെങ്കിലും രീതിയിൽ അമ്മയോടാണോ വഴക്കുണ്ടാവാറുണ്ടായിരുന്നത്? അല്ല, എന്നോട് വഴക്കുണ്ടാവാറില്ല. അപ്പൊ
ഇവർക്ക് എന്തായിരുന്നു ശരിക്കും ഇവിടെ പ്രശ്നം? ഇവർ പറയുന്നത് എന്തിനാ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നത്? അത് അതിന് എന്താ സംഭവിക്കണേന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും പറയണ്ട, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കണമെങ്കിൽ ഒന്നും പറയണ്ട, അവർക്ക് തോന്നണ പോലെ അവളങ്ങ് ചെയ്യും. ഈ ഇളയ കുഞ്ഞിന് ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ട കല്യാണിയും ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിരുന്നോ നേരത്തെ? കല്യാണിനെ ഉപദ്രവിക്കും, കാശിനെയാണ് ഉപദ്രവിച്ചിരുന്നത്. കാശിനെ ഉപദ്രവിക്കും, കല്യാണിനെ ഉപദ്രവിച്ചു. രണ്ടുപേരെ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് രണ്ട് പിള്ളേരും ഇവിടെ മെമ്പറുടെയും ഈ നാട്ടിലുള്ളവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു, ഇനി സന്ധ്യാമനെ ഞങ്ങൾക്ക് വേണ്ട, സന്ധ്യാമ തല്ലിക്കൊല്ലും, സന്ധ്യാമനെ വേണ്ടാന്ന് തന്നെ പറഞ്ഞേ. അപ്പോഴും ഞാൻ പറഞ്ഞു മോനെ, നമുക്കൊരു കുടുംബം കെട്ടിപ്പോക്കാൻ പാടാ, തല്ലിപ്പിരിക്കാൻ വേഗം കഴിയും, നിങ്ങളുടെ അമ്മയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പം എല്ലാവരും പറയും, ഞാൻ ഇപ്പം ഭക്ഷണം കാലത്ത് എഴുന്നേറ്റ് കൊച്ചുങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കി കൊടുക്കൂല. അപ്പം ഞാനിവിടെ ഉണ്ടാക്കി കഴിയുമ്പോൾ കൊച്ചുങ്ങൾ ഇവിടെ വന്ന് കഴിക്കും. ആ വീട്ടിൽ നിന്നാണല്ലോ വന്നെ. ഇവിടെ അടുത്തടുത്താണ് താമസിക്കുന്നത് നിങ്ങൾ. തൊട്ടപ്പുറത്ത് സുഭാഷൻ കുടുംബം, അതായത് കല്യാണി താമസിക്കുന്നു, അമ്മയൊക്കെ ഈ തറവാട്ടിൽ താമസിക്കണം. ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ ഇവരെല്ലാം പറയും, ഞാൻ അങ്ങനെ വളർത്തിയിട്ടാണ്, ഞാൻ നോക്കിയിട്ടാണ് ഇങ്ങനെ വന്നേന്ന് പറയും. അവരുണ്ടാക്കി കൊടുക്കൂല. എല്ലാവരും പോയി കഴിയുമ്പോൾ അവൾക്കുള്ളത് മാത്രം ഉണ്ടാക്കി അവൾ കഴിക്കും. കടയിൽ നിന്നൊരു സാധനം മേടിച്ചുകൊണ്ട് വന്നാൽ, ഒരു പലഹാരം മേടിച്ചുകൊണ്ട് വന്നാൽ അവൾ തന്നെ കഴിക്കും. ഇപ്പോൾ കൊച്ചെന്നോട് കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞത്, ഞാൻ വന്നപ്പോൾ പറഞ്ഞു സന്ധ്യാമ്മ മിച്ചർ മേടിച്ചിട്ട് തന്നില്ലാന്ന് പറഞ്ഞു. അവളുടെ അമ്മ കഴിഞ്ഞ ദിവസം കണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഞാൻ ഉണ്ടായില്ല. കാശ് കൊടുത്തിട്ട് പോകുമ്പോൾ ആ കാശും കൊണ്ട് പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമുള്ള പോലെ പുള്ളിക്കാരത്തി ഇങ്ങനെ തുളിന്തരടിക്കും. ഇന്നലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്വഭാവ വ്യത്യാസം എപ്പോഴെങ്കിലും കാണിച്ചതായി ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. കാരണം ഈ കൗൺസിലിങ്ങും കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം പ്രവർത്തനമൊക്കെ നല്ല രീതിയിലായിരുന്നു. കൗൺസിലിംഗ് എവിടെ നടത്തി? അവരെവിടെയും അവിടെ കണ്ട നടത്തിയ, അടിമെല്ലാം കണ്ട നടത്തിയ. ആര് നടത്തി? അവർ നടത്തിച്ച്. എന്തുകൊണ്ടാണ് അങ്ങനെ നടത്തിയത്? അത് ഈ കൊച്ചിനെ അന്ന് തല്ലിപ്പോയതിന്റെ സമയത്താ. ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദം കാണിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നുമല്ല, കാണിച്ചിട്ടല്ല. ഇങ്ങനെ കൊച്ചുങ്ങളെ തല്ലി കഴിഞ്ഞ് അവൾ അവിടെ നിന്നപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു കൗൺസിലിംഗ് നടത്തിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞാണ് അവർ നടത്തിയത്. കൗൺസിലിംഗ് എവിടെ നടത്തിയെന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? അടിമാലിയാണോ എവിടെയാണെന്ന് എനിക്ക് ശരിക്കറിയില്ല. അത് അവർ നടത്തിയെന്നാ പറഞ്ഞേ. സുഭാഷുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസ്വാരസ്യം ഉണ്ടായിരുന്നോ? അവക്ക് സുഭാഷിനെ കാണാൻ പാടില്ലാത്ത രീതിയിലാണോ എന്താന്നുള്ളത് എനിക്കറിയില്ല.